പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിലേക്കായി കുറച്ച് കടലപ്പരിപ്പ് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. ആ കുതിർത്തിയെടുത്ത കടല നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. പായസമൊക്കെ കടലപ്പായസം വയ്ക്കും പോലെ ഒരുപാടൊന്നും വേകണ്ട. ഒരു 2 വിസിൽ കേട്ടാൽ മതി. അതുപോലെ വെള്ളവും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കടല നമുക്ക് ഒരുപാടങ്ങ് വെന്ത് പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കടല ഒന്ന് 2 വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ഗ്ലാസ് പച്ചരി അതും കഴുകി വൃത്തിയാക്കി അതൊന്ന് വേവിച്ചെടുക്കാം. പച്ചരി വെന്തതിന് ശേഷം ശർക്കര ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ആകുമ്പോൾ പച്ചരി പെട്ടെന്ന് വേകും. ഞാൻ ഇപ്പോൾ വെള്ളം കൂടിപ്പോകുമെന്ന് കരുതി ഞാൻ ശർക്കര വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു പിഞ്ച് അല്പം ഉപ്പും കൂടെ, ഈ ശർക്കര മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള മധുര സാധനങ്ങൾ വേകുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് അല്പം ചേർക്കണമെന്ന് പറയും. അങ്ങനെ അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇത് സാധാരണ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. ഇതിൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പും കൂടെ ചേർക്കുമ്പോഴാണ് ഇത് സ്പെഷ്യലാകുന്നത്. കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഇതിലേക്കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചരി എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം നെയ്യൊന്ന് അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യും കൂടെ ചേർത്ത് ഇളക്കാം. അപ്പോൾ നല്ലതുപോലെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്യും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കടലപ്പരിപ്പ് ഇതുപോലെ ഇത്രയും വെന്താൽ മതി. നല്ല അങ്ങ് വെന്ത് കുഴയൊന്നും വേണ്ട. ഇനി ഇതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ കടലപ്പരിപ്പും പച്ചരിയും മധുരവും എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെക്കണം. തീയൊന്നും കൂട്ടിയിട്ട് കളയലും ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഇളക്കണം. കടലപ്പരിപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ തയ്യാറാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സാധാ പച്ചരി മാത്രം ഇട്ടൊക്കെ നമ്മളെല്ലാവരും മിക്കവരും തയ്യാറാക്കാറുണ്ട്. ഈ കടലപ്പരിപ്പും കൂടെ ചേർക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇനി അല്പം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഏലക്ക പൊടിച്ചതും ചേർത്ത് ഒരു മുറി തേങ്ങയും കൂടെ തേങ്ങാപ്പാലല്ല, തേങ്ങ തന്നെ തിരുവിയിട്ട് തേങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇളക്കി കൊടുക്കണം. ഇനി ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇതിലേക്ക് ഏലക്കാപ്പൊടി കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി, എടുക്കാൻ പറ്റിയില്ല. ഏലക്കാപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. സാധാരണ പച്ചരി മാത്രമൊക്കെ വെച്ച് എല്ലാവരും തയ്യാറാക്കാറുണ്ട്. ഇതുപോലെ കടലപ്പരിപ്പും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെയൊക്കെ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. ഷുഗർ ഉള്ളവർക്കൊക്കെ അല്പം കഴിക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. ശർക്കരയുടെ മധുരമാകുമ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ കുറച്ച് കഴിക്കുന്നതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാകുമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിലേക്ക് നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കൂടി വറുത്തുകോരി ഇട്ട് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റിയായ ഒരു മധുര റെസിപ്പി തയ്യാറായി. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.